നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്കിന്ന് പ്രതീക്ഷയോടെ ദൈവവചനം ശ്രവിക്കാൻ ഒരുങ്ങാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനം കേൾക്കുമ്പോൾ ഒരനുഭവം നിങ്ങളോട് പറയുകയാണ്. ഒരു കുടുംബത്തിലെ ഈ അടുത്ത സ്ഥലത്തു തന്നെ താമസിക്കുന്ന ഒരു കുടുംബം, അവരുടെ കുടുംബത്തിൽ ഉദരത്തിലുള്ള ഒരു കുഞ്ഞുമായി ബന്ധപ്പെട്ടൊരു വലിയ പ്രയാസം വന്നപ്പോൾ വളരെ വേഗത്തിൽ കോഴിക്കോടേക്ക് കൊണ്ടുപോകേണ്ടതായ ഒരു സാഹചര്യം വന്നു വയനാട്ടിൽ നിന്ന്. അപ്പോൾ ആ കുടുംബത്തിലെ ഒരാൾക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടായി. പോകുന്ന വഴിക്ക് ഈ ആലയത്തിലേക്ക് കയറി താഴെയുള്ള ധ്യാന ചാപ്പലിൽ ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പോകണം. 5 മിനിറ്റ്. വേഗത്തിൽ കോഴിക്കോട് ഹോസ്പിറ്റലിൽ ചെല്ലേണ്ടതാണ്. പക്ഷെ എന്നാലും ഒരു ഉൾപ്രചോദനമാണ്. ഒരു 5 മിനിറ്റ് ഈ മണ്ണിൽ കയറി ഈ പള്ളിയിൽ വന്ന് ധ്യാന ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം. അങ്ങനെ 5 മിനിറ്റ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കോഴിക്കോടേക്ക് ഹോസ്പിറ്റലിലേക്ക് പോയത്. കോഴിക്കോട് ചെന്ന് എല്ലാ ട്രീറ്റ്മെൻറ്റും ഒക്കെ നടത്തി അതിൻ്റെ റിസൾട്ട് വരുമ്പം അങ്ങനെ ഒരു പ്രശ്നമോ പ്രതിസന്ധിയോ ഇല്ല. അവർ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഒരു സാക്ഷ്യം പറയുകയുണ്ടായി. മാത്രമല്ല, അവരെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അവർ കണ്ണുനീരോടെ ഈ കാര്യം പറഞ്ഞു. ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചത് ഒരിക്കലും മറക്കാനാകാത്തൊരു അനുഗ്രഹത്തിനാണ് കാരണമായതെന്ന്. പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും മറക്കാനാകാത്തൊരു വലിയ സന്തോഷത്തിന് അനുഗ്രഹം തന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് കേൾക്കുന്ന വചനം 1 സാമുവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായം 37-ാമത്തെ വാക്യം. 1 സാമുവേലിൻ്റെ പുസ്തകം 17:37. സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്ത്യൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കും. വിശ്വാസത്തിൻ്റെ വലിയൊരു പ്രഘോഷണമാണ്. സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന്, ഇതിനേക്കാൾ വലിയ പ്രശ്നത്തിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ്, എന്നെ രക്ഷിച്ച, എന്നെ സഹായിച്ച കർത്താവ് ഈ ഫിലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചനം വായിക്കുമ്പോൾ ഇത് ദാവീദ് പറയുന്ന വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേക വാക്കാണ്. വിശ്വാസത്തിൻ്റെ ഒരു ശക്തിയുള്ള വാക്കാണ്. ദാവീദ്